ഓരോ 5 മിനിറ്റിലും ഒരു സൈക്കിൾ യാത്രികനെ കാണാം കണ്ണൂർ ജില്ലയിലെ ഈ ഗ്രാമവീഥിയിൽ. ആധുനികതയുടെ വേഗത്തിനിടയിലും സൈക്കിളിന്റെ ലാളിത്യം കൈവിടാതെ ചെറുകുന്ന് കണ്ണപുരം ഗ്രാമങ്ങൾ. വേഗതയേറിയ ഈ കാലഘട്ടത്തിലും സൈക്കിളിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി പേരുണ്ട് ചെറുകുന്ന് കണ്ണപുരം ഗ്രാമങ്ങളിൽ. ഓരോ 5 മിനിറ്റിന്റെ ഇടവേളകളിലും നിരവധി പേരെയാണ് നമുക്ക് സൈക്കിളിൽ കാണാൻ സാധിക്കുക. ഇതാണ് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത. കാറുകളും ബൈക്കുകളും നഗരവീഥികൾ കീഴടക്കിയ ഈ കാലത്തും ചെറുകുന്ന് കണ്ണപുരം പ്രദേശങ്ങളിൽ ഇന്നും സൈക്കിളിൽ യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. യാത്രക്കാർ, തൊഴിലാളികൾ, മുതിർന്ന പൗരന്മാർ വരെ ദൈനംദിന യാത്രയ്ക്കായി ഇന്നും സൈക്കിളിനെ ആശ്രയിക്കുന്നു. ഇത് ചിലർക്ക് ആരോഗ്യത്തിനായി, ചിലർക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി, മറ്റു ചിലർക്ക് ജീവിതത്തിന്റെ ഭാഗമായും മാറിയിരിക്കുന്നു. എന്താണ് പേര്? ബാലകൃഷ്ണൻ. അപ്പൊ എത്ര കൊല്ലമായിട്ടുണ്ടോ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങി? എല്ലാ കാര്യങ്ങളും ഈ സൈക്കിളിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സൈക്കിൾ ഓടിക്കൽ ഇത്ര ഒരു ഇഷ്ടമായി മാറിയത്? സൈക്കിൾ ഓടുന്ന പറഞ്ഞാല് പിന്നെ പതിനാല് കാലമാണ്. ആദ്യം കമ്പിക്ക് പണിയില്ല, ബസ്സിന്റെ ജോലിയായിരുന്നു. അന്നേരം സൈക്കിളിൽ പോവുക സൈക്കിളിൽ. പിന്നെ അതേപോലെ തന്നെ ഈ കറവ് തുടങ്ങിയ ശേഷം പിന്നെ പാൽ കൊണ്ട് കൊടുക്കാനുള്ള സൈക്കിളിൽ. പിന്നെ കറിയായിട്ട് ടച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സൈക്കിൾ പോകാം. അപ്പോൾ അത് ഇതിൻ്റെ പോലെ തന്നെയാണ് സാധനം വാങ്ങിക്കാനുള്ളത്. ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ചിലവ് കുറഞ്ഞ യാത്രാമാർഗം കൂടിയാണ് സൈക്കിൾ. എന്താണ് പേര്? സജീവൻ. അപ്പൊ കുറെ വർഷമായോ സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിട്ട്? 45 വർഷമായി. അപ്പൊ എങ്ങനെയാണ് സൈക്കിൾ ഒരു ഫ്രീ ആയി വേഗത്തിലെത്താൻ ശരിക്കും ഇപ്പൊ എല്ലാവരും ബൈക്കിനെയാണ് ആശ്രയിക്കുന്നത്? സൈക്കിളാണ് നമ്മുടെ ജീവിതോപാധി. മിൽമ പാൽ കൊണ്ട് പോയിട്ട് 14 വയസ്സ്. അപ്പൊ സൈക്കിളിൽ ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താം എന്നുള്ള പ്രത്യേകത കൂടാതെ വേറെ എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത്? ഹെൽത്ത് ഈസ് വെൽത്ത്. വ്യായാമവും യാത്രയും ഒരുമിച്ച് സാധ്യമാകുന്നതും ഈ യാത്രയെ പ്രത്യേകമാക്കുന്നു. കുട്ടിക്കാലത്ത് തുടങ്ങിയ യാത്രയാണ് ഇന്നും അതേ സൈക്കിൾ എന്ന് പറയുന്ന മുതിർന്നവർ ഈ നാടിന്റെ ആത്മാവായി മാറുന്നു. സൈക്കിൾ യാത്ര സംരക്ഷിക്കുന്ന ഈ ജീവിതശൈലി ചെറുകുന്ന് കണ്ണപുരത്തിന്റെ നിശബ്ദമായെങ്കിലും ശക്തമായ സന്ദേശമാണ്. ആരോഗ്യത്തിനും പ്രകൃതിക്കും ഒപ്പം മനുഷ്യനും. കണ്ണപുരം ചെറുകുന്ന് മേഖലകളിൽ ഇന്നും നിരവധി പേർ ആശ്രയിക്കുന്നത് സൈക്കിളിനെ തന്നെയാണ്. ചെറുകുന്നിൽ നിന്നും നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.